പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 22 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അപ്പോൾ പുതിയ അനുഭവങ്ങളുമായി വീണ്ടും നമ്മൾ ഒരു ദിവസം കൂടി മുന്നോട്ട് നീങ്ങുകയാണ്. ദൈവം തന്ന ആയുസ്, ഒരു ദിവസത്തിൻ്റെ ആയുസ് ദൈവം നമ്മിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ്. ഫലം തരാത്ത അത്തിവർഷത്തിൻ്റെ കാര്യത്തിൽ നീട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ കാലാവധി, അതുപോലെ ദൈവം ഒരു ദിവസം കൂടി തന്നിരിക്കുകയാണ്. ദൈവം നമ്മിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം, കരുണ. ഈ ഒരു ദിവസം ദൈവഹിതത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം എല്ലാ അമ്മമാർക്കും വേണ്ടി നമുക്ക് സമർപ്പിക്കാം, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. കാരണം അവരുടെ കയ്യിലാണ് ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. ദൈവത്തിന് വേണ്ടി വളർത്താൻ രൂപപ്പെടുത്തുന്നത് അമ്മമാരാണ്. അപ്പൻ്റെ റോളും വ്യത്യസ്തമല്ല, പക്ഷേ അമ്മയുടെ റോള് വലുതാണ്. ദൈവത്തിൻ്റെ പക്കലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത് അമ്മമാരാണ്. ഈ കുഞ്ഞുങ്ങൾ എപ്പോഴും നോക്കുന്നത് അമ്മയിലേക്കാണ്. എല്ലാ അമ്മമാർക്കും ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കൃപ കിട്ടാൻ വേണ്ടി എല്ലാ അമ്മമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ദിവസം ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന സന്ദേശം സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയവും മനസ്സും നമുക്ക് ഒരുക്കാം. നമ്മുടെ ഹൃദയം ആകുന്ന വയൽ, അത് മുള്ളും കല്ലും കരടും നീക്കിക്കളഞ്ഞ്, തിന്മ നീക്കിക്കളഞ്ഞ് സ്വീകരിക്കുന്ന വചനം വേരൂന്നാൻ പാകത്തിൽ ഒരുക്കി നമുക്ക് ഫലങ്ങൾ ചൂടുവാൻ ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വചനം ലോകത്തിന് പ്രദാനം ചെയ്തു, മാംസം ധരിച്ചു ലോകത്തിന് പ്രദാനം ചെയ്തതുപോലെ അമ്മേ, ഞങ്ങളിൽ വചനം മാംസം ധരിച്ച് ഞങ്ങളിലൂടെ യേശു ലോകത്തിന് പ്രതിഫലിപ്പിക്കപ്പെടുവാൻ ഇടയാകത്തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അവിടുന്ന് നൽകുന്ന സന്ദേശം യേശുവേ ഞങ്ങളിൽ ആഴത്തിൽ വേരൂന്നുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ വചനം, ആ വചനത്തിനനുസരിച്ച് മുന്നേറുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമുക്കുള്ള സന്ദേശം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ്. 6-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങളാണ്. നമുക്കതിലേക്ക് വരാം. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. വളരെ വ്യക്തമാണ് ഈ സുവിശേഷ ഭാഗം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയണം. ഒരു വൃക്ഷം എന്താണെന്ന് മനസ്സിലാകുന്നത് ഫലത്തിൽ നിന്നാണ്. മക്കളെ കാണുമ്പോൾ അറിയാം മാതാപിതാക്കൾ എന്താണെന്ന്. അതുപോലെ തന്നെ ഒരു വൃക്ഷം നല്ലത് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? അതായത് ആ വൃക്ഷം എന്തിനു വേണ്ടി നിയോഗിക്കപ്പെടുന്നുവോ ആ ധർമ്മം നിർവഹിക്കുമ്പോഴാണ് നല്ലതാകുന്നത്. ഇപ്പോൾ പഴങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ വൃക്ഷങ്ങൾ നടുന്നു. ആ പഴങ്ങൾ നൽകുമ്പോഴാണ് നല്ല വൃക്ഷമാകുന്നത്. ചിലത് തണലിന് വേണ്ടി നടുന്നതുണ്ട്, ഫലങ്ങളില്ല അതിനകത്ത്, തണലാണ്. അതുപോലെ തന്നെ ചിലതിന് തടിയാണ് നോക്കുന്നത്, തേക്കും തടി ഉദാഹരണം. അതുപോലെ തെങ്ങ് ഫലവും പ്രതീക്ഷിക്കുന്നുണ്ട്, അത് കൽപ്പവൃക്ഷമാണ്, എല്ലാം പ്രയോജനപ്പെടും. പക്ഷേ മുഖ്യമായും അതിൻ്റെ ഫലമാണ് നോക്കുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നല്ല പശു എന്ന് പറയണമെങ്കിൽ ധാരാളം ചാണകം തരുന്ന പശുവിനെ അല്ലല്ലോ വിളിക്കുന്നത് നല്ല പശു എന്ന്, പാല് തരുന്ന പശുവിനെയാണ്. നല്ല അധ്യാപകൻ എന്ന് വിളിക്കണമെങ്കിൽ കൊമ്പമീശയല്ല പ്രധാനം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന അർപ്പണബോധമുള്ള, അവരുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുന്ന പ്രകാശം ഉള്ളിലുള്ള അധ്യാപകൻ. അതുപോലെ തന്നെ ഒരു നല്ല വൈദികൻ, ഒരു നല്ല പുരോഹിതൻ, എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതാണ്, ദൈവവും പ്രതീക്ഷിക്കുന്നത് അതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ദൈവഹിതം അധികാരികളിലൂടെ വെളിപ്പെടുമ്പോൾ അധികാരികൾക്ക് വഴങ്ങാത്ത പുരോഹിതൻ നല്ല പുരോഹിതനല്ല. അനുസരണയില്ലാത്ത വൈദികൻ, ദൈവത്തോട് അനുസരണയുള്ളവൻ, ഏൽപ്പിക്കപ്പെട്ട ആടുകളോട് കടപ്പാട് ഉത്തരവാദിത്വമുള്ളവൻ, ആത്മാർത്ഥതയുള്ളവൻ, സത്യസന്ധതയുള്ളവൻ, യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന യേശുവിൻ്റെ പകരക്കാരനാകുന്ന വ്യക്തി, വിശുദ്ധിയുള്ള വൈദികൻ. എല്ലാവരും പ്രതീക്ഷിക്കുന്ന അതാണ്. ആ വൈദികനെ, ആ പുരോഹിതനെ നല്ല വൈദികൻ എന്ന് വിളിക്കുന്നു. അതുപോലെ ഒരു നല്ല മാതാപിതാക്കളെന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി സ്വയം ചെറുതായി അവർക്ക് പ്രകാശം കൊടുത്ത് അവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ, സ്നേഹം, സംരക്ഷണം, സുരക്ഷിതത്വം ഒക്കെ കൊടുത്ത്, വിശ്വാസം കൊടുത്ത് വളർത്തുന്ന, സ്വന്തം മാതൃക കൊടുത്ത് വളർത്തുന്ന മാതാപിതാക്കൾ. പലപ്പോഴും പരാജയം സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ. ഒരാൾ ഒരു മതവിശ്വാസിയാണോ എന്നറിയണമെങ്കിൽ ഇവിടെ 44-ാം വാക്യം പറയുന്നുണ്ടല്ലോ, ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. ഇപ്പം നമുക്കറിയാം, ഒരാൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വിശ്വാസിയാണെങ്കിൽ എങ്ങനെ അറിയും? അവൻ്റെ പ്രാർത്ഥന, എല്ലായിടത്തൂടെയും നടന്ന് ധ്യാനം കൂടുന്നുണ്ടാകും, പ്രാർത്ഥന ശുശ്രൂഷയിൽ കൂടുന്നുണ്ടാകും,
സംഘടനകളിലുണ്ടാകും, തീർത്ഥാടനത്തിന് പോകുന്നുണ്ടാകും, കരുണക്കൊന്ത ചൊല്ലുന്നുണ്ടാകും, ജപമാല ചൊല്ലുന്നുണ്ടാകും. അതല്ല പ്രധാന കാര്യം. ഈ പ്രാർത്ഥിക്കുന്നത് ജീവിതവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുറമേ നോക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ അത് പ്രതിഫലിക്കണം. ജീവിതത്തിൽ അസൂയയും അഹങ്കാരവും സ്വാർത്ഥതയും വെറുപ്പും പ്രതികാര ചിന്തയും വിദ്വേഷവും ഒക്കെ ആണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് വല്ല വിശേഷമുണ്ടോ? ആത്മീയത എന്ന് പറയുന്നത് ആന്തരികതയാണ്. അറിവ് അനുഭവമായും ബോധ്യമായും തീരുന്നിടത്താണ്. ഇന്നത് പലപ്പോഴും ഇല്ല. ഒരാൾ ദൈവത്തിൻ്റെ മകനാണോ അതല്ലെങ്കിൽ സാത്താൻ്റെ അടിമയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഫലത്തിൽ നിന്നറിയാൻ പറ്റും. കൃത്യമാണിത്. അയാളുടെ ജീവിതവും വാക്കും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടോ അതോ റെയിൽപാളം പോലെ പാരലായി പോവുകയാണോ എന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും പറയുന്നതും ജീവിതത്തിൽ പ്രതിഫലിക്കണം. ഗലാത്യക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഫലങ്ങളാണത്. സ്നേഹം ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് അതാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ വിദ്വേഷമില്ല, മറ്റുള്ളവരുടെ കുറ്റം പറയില്ല, അസൂയയില്ല, മറ്റുള്ളവരെ വിലയുള്ളതായി കാണും, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതും, ക്ഷമിക്കാൻ തയ്യാറാകും. അപ്പോൾ സ്നേഹം, അതുപോലെ തന്നെ സ്നേഹമുള്ള വ്യക്തിക്ക് ആനന്ദവും സമാധാനവും ഉണ്ടാകും. ഉള്ളിൽ നിന്ന് വരുന്ന സമാധാനം. ക്ഷമിക്കാൻ പറ്റും. എത്ര ദ്രോഹം വന്നാലും ക്ഷമിക്കാൻ പറ്റും, കർത്താവ് ക്ഷമിച്ചതുപോലെ. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദയയും സഹാനുഭൂതിയും മനസ്സലിവുമുള്ള ഒരു മനസ്സ്, ധാരാളം നന്മ നിറഞ്ഞ മനസ്സ്, വിശ്വസ്തത പുലർത്തുന്ന അനുഭവം, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളോട്, ജീവിത അന്തസ്സിനോട്, ജീവിത പങ്കാളിയോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, മക്കളോട് വിശ്വസ്തത പുലർത്തുന്ന അനുഭവം. ഇതാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. പുറമെ എന്തെല്ലാം ഷോ കാണിച്ചിട്ടും കാര്യമില്ല. സൗമ്യനായിരിക്കണം അവൻ. അതുപോലെ തന്നെ ആത്മസംയമനം. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ഫലങ്ങൾ ഉണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. നേരെ മറിച്ച് പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരാണെങ്കിൽ എന്തൊക്കെയാണ് അവനിലുള്ളത് എന്ന് അവൻ്റെ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഗലാത്യക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. 19 എന്തൊക്കെയാണത്? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. പ്രിയമുള്ളവരെ, ചില മനുഷ്യർ ഭിന്നിപ്പിക്കുന്നവരെ കാണാറുണ്ട്. പിശാചാണ് ഭിന്നത കൊണ്ടുവരുന്നത്. സഭയിലായാലും രൂപതയിലായാലും കുടുംബത്തിലായാലും ഭിന്നത വിതയ്ക്കുന്നത് പിശാചാണ്. പരിശുദ്ധാത്മാവ് ഒന്നിപ്പിക്കുന്ന അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ അനുഭവം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ പിശാചിൻ്റെ അടിമത്തത്തിലാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഫലത്തിൽ നിന്നാണ് അറിയുന്നത്. അപ്പോൾ ഇനി അവൻ വൈദികനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നമ്മളാരും വൈദികരെ അനുകരിക്കരുത്. സമർപ്പിതരെ അല്ല അനുകരിക്കേണ്ടത് യേശുവിനെയാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരെ അല്ല അനുകരിക്കേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭിന്നത വിതയ്ക്കുന്ന അനുഭവം, മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് വിഷം കുത്തിവെച്ച് ഭിന്നിപ്പിക്കുന്ന അനുഭവം പിശാചിൻ്റേതാണ്. ചില ആളുകൾ അങ്ങനെയുണ്ട്. ചില കുടുംബത്തിൽ സഹോദരങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വിഷം കുത്തിവെച്ചിട്ട് ഭിന്നിപ്പിക്കുന്ന, തമ്മിൽ അടുപ്പിക്കുന്ന അനുഭവം. രണ്ട് മുട്ടാടുകൾ തമ്മിൽ തല കൊണ്ട് ഇടിച്ച് ചോര ഒലിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറുക്കൻ്റെ അനുഭവം. അവനെന്നിട്ട് വേണം ചോര കുടിക്കാൻ. ഇതേ അനുഭവം ചില ആളുകൾ അങ്ങനെയുണ്ട്. സമൂഹത്തിലായാലും സഭയിലായാലും കുടുംബത്തിലായാലും
ഇതുപോലെ ഭിന്നിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. പർദീസായിൽ പിശാച് സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ട്, വിഷം കുത്തിവെക്കുകയാണ്. നീ ദൈവത്തെ പോലെ ആകും, നീ ദൈവത്തെ പോലെ ആകാതിരിക്കാനാണ് ദൈവം നിനക്ക് വിലക്ക് തന്നിരിക്കുന്നത്. ദൈവഹിതത്തിന് എതിരെ പോകാനുള്ള പ്രേരണ കൊടുക്കുക, തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ ഇതേ അനുഭവം ഇതുപോലെ ചില ആളുകൾക്ക് വിഷം കുത്തിവെക്കുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ വിഷം നിറഞ്ഞു നിൽക്കുകയാണ്, കയ്പുള്ള അനുഭവം. ഇത് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ മറ്റൊരാളെ ആ ഭിന്നതയിലേക്ക് കൊണ്ടുപോയുള്ളൂ. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അതേ ഉള്ളൂ. ചില മനുഷ്യർ ഒരിക്കലും മറ്റൊരാൾക്ക് സ്വസ്ഥത കൊടുക്കില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അയാളുടെ ഉള്ളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ലാവയുണ്ട്. പൊട്ടിക്കഴിയുമ്പോൾ അതാണ് ഇങ്ങോട്ട് ഒഴുകുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊന്നും വരാനില്ല. നശിപ്പിക്കുന്ന ജ്വാല, ലാവ. ഇത് ചില മനുഷ്യരുടെ പ്രത്യേകതയാണത്. സ്വസ്ഥത ഉള്ളിലില്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കും? ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ചില ആളുകൾ നാവെടുത്തു കഴിഞ്ഞാൽ തെറി തന്നെ പറയുന്നവരുണ്ട്. ചില ആളുകൾ അശ്ലീലം മാത്രമേ പറയുള്ളൂ, കാരണം അവരുടെ ഉള്ളിൽ അതേ ഉള്ളൂ. ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് ദുഷിച്ച കാര്യങ്ങൾ പുറത്തു വരാതിരിക്കണം. നമ്മുടെ ഉള്ളിൽ നന്മ നിറയട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആന്തരികമായിട്ടുള്ള ശുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന തിന്മകളെക്കുറിച്ചാണ് പറയുന്നത്. അതെന്തൊക്കെയാണ്? ദുശ്ചിന്തകൾ. ആ ദുശ്ചിന്തയാണ് സംസാരമായിട്ട് മാറുന്നത്. മറ്റുള്ളവരെ കുത്തി മുറിവേൽപ്പിക്കുന്ന, മറ്റുള്ളവരെ പരിഹസിക്കുന്ന വാക്കുകൾ, താഴ്ത്തിക്കെട്ടുന്ന വാക്കുകൾ, കുറ്റം പറയുന്ന വാക്കുകൾ, പരദൂഷണം പറയുന്ന വാക്കുകൾ, ഇതൊക്കെ പിശാചിൽ നിന്ന് വരുന്നതാണ്. കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം. അപ്പം നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഇതേ ഉള്ളൂ. ഈ ഫലത്തിൽ നിന്ന് ആളെ മനസ്സിലാക്കണം. ഇത് പിശാചിൻ്റെ മക്കളാണോ ദൈവത്തിൻ്റെ മക്കളാണോ? പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴി തെറ്റാൻ അനുവദിക്കരുത്. മാതാപിതാക്കൾ വൃക്ഷം നല്ലതാണെങ്കിൽ മക്കൾ നന്നായിരിക്കും. ആഴമുള്ള വിശ്വാസദാർഢ്യം, പ്രാർത്ഥനാ ചൈതന്യം, കഠിനാധ്വാനം, മൂല്യങ്ങളിലുള്ള വിശ്വാസം, സത്യസന്ധത, ആത്മാർത്ഥത, ഉത്തരവാദിത്വ ബോധം, സഹോദര സ്നേഹം, ഇതൊക്കെ ഈ മാതാപിതാക്കന്മാർ കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾ ക്രിമിനലായി വരുന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം ശിഥിലമാകുമ്പോഴാണ്. അതുകൊണ്ട് മാതാപിതാക്കന്മാരാണ്, അവരുടെ ജീവിതമാണ് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നത്, അവർ ഉപദേശിക്കുന്നതല്ല. ജീവിതം കൊടുക്കാൻ കഴിയണം നമ്മുടെ ജീവിതം മാതാപിതാക്കന്മാർ. അപ്പോൾ ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്ത് തൃശ്ശൂർ ജീസസ് യൂത്തിൽപ്പെട്ട ഒരു സഹോദരി, 5 മക്കളുള്ള ജോയ്സി എന്നു പേരുള്ള സഹോദരി, നേഴ്സായ അവർ ശരീരത്തിൽ 17 ഓപ്പറേഷൻസ് വേണ്ടി വന്നു. 5 സിസേറിയനായിരുന്നു. ബാക്കിയുള്ളത് മുഴുവനും ദേഹത്ത് പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ട ട്യൂമർ, ക്യാൻസറസ് ട്യൂമർ ഓപ്പറേഷന് വേണ്ടി 17 ഓപ്പറേഷന് വിധേയനായി ഈ അടുത്ത ദിവസം മരിച്ചു, സംസ്കരിച്ചു. ആ സഹോദരി സഹനങ്ങളുടെ മധ്യത്തിലും വിശ്വാസം കളഞ്ഞില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ആ ബോധ്യം കൊടുക്കുകയും ചെയ്തത് ടി വിയിലൂടെയൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത ഒരു പ്രചോദനമാണത്. നമ്മുടെയൊക്കെ എത്ര അമ്മമാർക്ക് കഴിയും ഇത്? അപ്പോൾ അവർ പറയുകയാണ്, ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ വയ്ക്കൊന്നിനും കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാവില്ല. എന്നിട്ട് അവളുടെ അവസാന ആഗ്രഹം ദൈവവചനം, ബൈബിള് ശവമഞ്ചത്തിൻ്റെ മുകളിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമെന്നുള്ളതാണ് അവസാന ആഗ്രഹം. അത് അവളുടെ ആഗ്രഹം പോലെ ബൈബിള്, സമ്പൂർണ്ണ ബൈബിൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. പെട്ടി അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ബൈബിൾ എടുത്ത് മക്കളെ ഏൽപ്പിക്കുന്ന രംഗം കാണാനിടയായി. ഇതാണ് അമ്മ വിചാരിച്ചാൽ, അപ്പൻ വിചാരിച്ചാൽ മക്കൾ വിശുദ്ധരാകും. ഫലങ്ങൾ
നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കർത്താവായ ഈശോയെ, അവിടുന്ന് നൽകിയ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവെ, അങ്ങേ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിവില്ലല്ലോ. അവിടുന്ന് കൃപ നൽകിയാലേ ഞങ്ങൾക്കത് പറ്റുള്ളൂ. അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ആ ഫലങ്ങൾ നിറഞ്ഞവരായി തീരുവാൻ, ഉള്ളിൽ നിന്ന് നന്മ പുറപ്പെടുവാനുള്ള കൃപ തരണമേ. കർത്താവെ, ഉള്ളിൽ നന്മയാണെങ്കിലല്ലേ നന്മ പുറപ്പെടുകയുള്ളൂ. ആ നന്മ കൊണ്ട് നിറയ്ക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അമ്മ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും ഞങ്ങളുടെ പേരിന് കാരണക്കാരായ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോട് ചേർത്ത്, ഇടവക മധ്യസ്ഥരായ വിശുദ്ധരോട് ചേർന്ന്, എല്ലാ കാവൽമാലാഖമാരോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഈ പ്രാർത്ഥന കാഴ്ചവെക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
പ്രിയമുള്ളവരെ, നമുക്ക് ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നിടത്ത് യേശു നൽകുന്ന സമാധാനം, ആന്തരികമായ സമാധാനം, അത് നിലനിൽക്കും. അപ്പോൾ ആ യേശുവിൻ്റെ സമാധാനം നമുക്ക് സ്വീകരിക്കാം. സഭയോട് ചേർന്ന് മാർപ്പാപ്പായോടും കർദിനാൾമാരോടും മെത്രാപ്പൊലീത്താമാർ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, അൽമായ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് നമുക്ക് ഭക്തിയോടെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, മരിയൻ കൂടാരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് അർപ്പിക്കപ്പെടുന്ന എല്ലാ ജപമാലകളോടും ചേർന്ന് ഒരു ജപമാല ചൊല്ലി ഗുഡ്നസ് ടിവിയുടെ വിജയത്തിന് വേണ്ടി, ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടി, ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ അമ്മമാരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു ജപമാല ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. ഈ ഒരു ദിവസം നിങ്ങൾക്ക് ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിവസം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.